ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ഓഫ് JP. യാത്രകൾ എന്നും മനസ്സിന് കുളിർമ പകരുന്നവയാണല്ലേ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ മറ്റെല്ലാം മറന്ന് കുറച്ചു നേരം സഞ്ചാരത്തിന് വേണ്ടി ചെലവാക്കി നോക്കൂ. മനസ്സൊന്ന് റിഫ്രഷ് ആക്കാൻ ഇതിൽ പരമൊരു മെഡിസിൻ വേറൊന്നില്ല. ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ടാണെങ്കിൽ അതിന് മാധുര്യം കൂടും. പ്രത്യേകിച്ച് പ്രീ പ്ലാനിങ് ഒന്നുമില്ലാത്ത ഒരു കൊച്ചു യാത്രയാണിത് കേട്ടോ. അതുകൊണ്ട് തന്നെ കളർഫുള്ളായ കാഴ്ചകളൊന്നും ഇതിലില്ല. ഉള്ള കാഴ്ചകൾ കളർഫുള്ളാക്കുകയാണ് എൻ്റെ ലക്ഷ്യം. മൂന്നാറിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ കണ്ട ഒരു വ്യൂ പോയിൻ്റാണിത്. വലിയ ആഡംബരങ്ങളൊന്നും ഇപ്പോഴില്ലെങ്കിലും ഭാവിയിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു വാച്ച് ടവറും കാഴ്ചയിൽ വെറൈറ്റി തോന്നിക്കുന്ന ഒരു ട്രെയിൻ പോലത്തെ ഒരു ബിൽഡിങ്ങും നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. സമയം ഉച്ചയോടടുത്തെങ്കിലും ഒരു തണുത്ത കാലാവസ്ഥയായിരുന്നു അവിടെ. ചില സന്ദർഭങ്ങളിൽ പ്രകൃതി സ്വയം അതിൻ്റെ സൗന്ദര്യം തുറന്നു കാണിക്കാറുണ്ടല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ ഈ കാഴ്ചകൾക്ക് ഇനിയും സൗന്ദര്യേറും. പിന്നെ അവിടെ കണ്ട ശില്പങ്ങൾക്കും പെയിൻറ്റിങ്ങുകൾക്കും ഒക്കെ ഒരു വല്ലാത്ത ആകർഷണം തോന്നി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. പിന്നെ ഞങ്ങൾ പച്ചപ്പരവതാനി വിരിച്ച മൂന്നാറിൻ്റെ കവാടത്തിലെത്തി. ഇടുക്കിക്കാരുടെ ഹരവും സ്വകാര്യ അഹങ്കാരവുമായ സ്വർഗഭൂമി, തേയിലച്ചെടികൾ നിറഞ്ഞ മൂന്നാർ. പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ ഒരു കുഞ്ഞു വാവയുള്ളത് കൊണ്ട് പെട്ടെന്ന് യാത്ര തിരിക്കേണ്ടി വന്നു. മടക്ക യാത്രയിൽ ഞങ്ങൾക്ക് ഒരു മനുഷ്യായുസിൻ്റെ ഭൂരിഭാഗവും കൊട്ട നിർമ്മാണത്തിനായി മാറ്റിവെച്ച ഒരാളെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു കൂടെ നെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ ആയിരുന്നു ഇപ്പോഴോ? പണ്ടൊക്കെ നേരത്തെ അങ്ങനെയാണോ? ആണോ? അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൊടുത്ത് മേടിക്കാം. എത്ര രൂപയാവും? ചെടിക്കോട്ടം നമ്മൾ 130 ഒക്കെ പറയും. ഞാൻ 100 കുറച്ച് തരില്ല. എന്നാലും വേണ്ട പണിക്കൂലി വേണ്ട രീതിയിലേക്ക് ആ വലിയ അത് 350 രൂപ. അതിൻ്റെ ചെറുതുണ്ട്. ഇതെങ്ങനെയാ പഠിച്ചത്? ഇതെങ്ങനെയാ പഠിച്ചത് നേരത്തെ? ഇത് ഞങ്ങളുടെ പാരമ്പര്യ തൊഴിലുകൾ. ശരി. ഇത് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ തന്നെയാണോ? അതെ അതെ അതെ. വിദ്യാഭ്യാസം മേടിക്കില്ല. അവർ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകുള്ളൂ. വലുതാണെങ്കിൽ തുണിയൊക്കെ ഇട്ട് വയ്ക്കാം. ആൾക്കാരുടെ തുണിയൊക്കെ ഇട്ട് വയ്ക്കാം. അതിൽ കൊണ്ടുപോകുക. ഇന്ന് മെഷീനറീസിൻ്റെ അതിപ്രസരം ഉണ്ടെങ്കിലും തൻ്റെ കുലത്തൊഴിൽ കൈവിടാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരൻ.
നമ്മൾ കൊടുക്കുന്ന ഏത് ഡിസൈനും ഈറ്റയിൽ നെയ്ത് തരാമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവും കഠിനാധ്വാനവും നമ്മൾ അംഗീകരിച്ചേ പറ്റുമല്ലേ? ഇന്നത്തെ കാലത്ത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വളരെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ എവിടെയോ ഒരു നീറ്റൽ. പിന്നെ ഞങ്ങളും വാങ്ങി ഒരു കൂട, ആവശ്യമില്ലാതിരുന്നിട്ട് കൂടി. അതൊക്കെ പോട്ടെ. പിന്നെ ഞങ്ങൾ നേരെ ഒരു ചായക്കടയിൽ കയറി മുട്ട ബജിയും കായ ബജിയും പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് യാത്ര അങ്ങ് അവസാനിപ്പിച്ചു.